പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മിശിഹായിൽ പെട്ടും അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവായ യേശു മിശിഹായുടെ വലിയ നോയമ്പ് കാലത്തിലേക്ക് സഭ ഒന്നായി ശുഭകോണ ശുശ്രൂഷയിൽ ഓരോ വ്യക്തിയോടും സ്നേഹവും ഓരോ വ്യക്തിയോടും ക്ഷമയും ആർജിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കർത്താവായ യേശു മിശിഹായുടെ മനോഭാവത്തിൽ എല്ലാവരോടും ക്ഷമിക്കണം. കർത്താവായ യേശു മിശിഹായുടെ അതേ മനോഭാവത്തിൽ എല്ലാവരോടും സ്നേഹിച്ച് ക്ഷമയോട് ഞാനും എൻ്റെ കർത്താവായ യേശു മിശിഹായുടെ അതേ സ്വഭാവം, അതേ മനസ്സ്, എൻ്റെ കർത്താവിൻ്റെ ചിന്ത, എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി, എൻ്റെ കർത്താവിനോടൊപ്പം ഞാൻ ഈ ലോകയാത്രയിൽ എൻ്റെ ജീവിതയാത്ര ഞാൻ കർത്താവായ യേശു മിശിഹായോടൊപ്പം ആരംഭിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറവുകളെല്ലാം അത് കൃപയായി മാറാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി കർത്താവിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ വ്യക്തികളും പാപികളാണെങ്കിലും പാപത്തിൻ്റെ അപ്പുറത്ത് കൃപയുണ്ട്, കൃപയ്ക്ക് അപ്പുറത്ത് ദൈവസ്നേഹമുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ അപ്പുറത്ത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിരന്തരമായ അനുഗ്രഹം നമ്മുടെ ഭവനത്തിലും നമ്മുടെ കുടുംബത്തിലുണ്ട്. നമ്മൾ തിരിച്ച് കർത്താവായ യേശു മിശിഹായിലേക്കും ദൈവമാതാവിലേക്കും ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ശുഭകോണ ശുശ്രൂഷ നമ്മൾ പൂർത്തിയാക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, കർത്താവായ യേശു മിശിഹ നേരിട്ടാണ് നമ്മുടെ കുടുംബത്തെ നയിക്കുന്നതും കർത്താവായ യേശു മിശിഹയാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെ ഒരു തിരുവചനങ്ങളാണ്. ഈ ഒരു തിരുവചനം എന്താണെന്ന് നമുക്കറിയാം. കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തിൽ കർത്താവായ യേശു മിശിഹ അനുഭവിച്ച 3 പരീക്ഷണ കാലഘട്ടമാണ്. അപ്പോൾ കർത്താവായ യേശു മിശിഹ ലോകത്തിൻ്റെ രാജാതിരാജനായ യേശുവെയും ലോകരക്ഷകനുമായ യേശു നേരിട്ട് പരീക്ഷണ കാലഘട്ടം അല്ലെങ്കിൽ നേരിട്ട് കർത്താവിലേക്ക് പരീക്ഷണം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പാപികളായ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ എത്രത്തോളം പരീക്ഷണ സമയം നമ്മൾ നേരിടുന്നുണ്ട്. നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകമായി ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ആദ്യത്തെ ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത്, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. പ്രിയമുള്ളവരെ, യേശു മരുഭൂമി എന്ന 2 വാക്യം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ നോക്കുന്നത് കർത്താവായ യേശു മിശിഹായാണ്. 2ാമത്തെ വാക്യമാണ് മരുഭൂമി. അതായത് എൻ്റെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു വാക്യം എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. കൃത്യവാക്യം പറഞ്ഞാൽ ഞാൻ നോക്കേണ്ടത് യേശുവിനെയാണ്. എൻ്റെ ജീവിതം യേശുവിൽ നോക്കിക്കൊണ്ട് യേശുവിനെ പോലെ പ്രവർത്തിക്കണം, യേശുവെ പോലെ എന്നെ തന്നെ സമർപ്പിക്കണം. അതാണ് ആദ്യത്തെ ഭാഗം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവായ യേശു മിശിഹായെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കണം. 2ാമത്തെ വാക്യമാണ് മരുഭൂമി. പ്രിയമുള്ളവരെ, കർത്താവായ യേശു മിശിഹ മരുഭൂമിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അതായത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഒരു മരുഭൂമിയുണ്ട്. എന്നാൽ ഈ മരുഭൂമിയിൽ ഞാൻ കടന്നെത്തുന്ന മുമ്പ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിലേക്കും കർത്താവിൻ്റെ ചിന്തയിലേക്കും കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഓരോ വചനവും ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഞാൻ ഈ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈ മരുഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതം കർത്താവായ യേശു മിശിഹായ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. മരുഭൂമി എന്നല്ല, ഏത് സ്ഥലമാണെങ്കിലും ഞാൻ കർത്താവായ യേശു മിശിഹായുടെ സ്വന്തമാണ്. പക്ഷെ എന്തിനായിരിക്കും നമ്മൾ ഈ മരുഭൂമിയിൽ പോകുന്നത്? ഈ മരുഭൂമിയിൽ പോയത് ഞാൻ ആരാണെന്നും എന്നെക്കുറിച്ച് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ലോകം ഒരുപാട് ഒച്ച ഉണ്ടാക്കുന്നു, ലോകത്തിൽ തിരക്കാണ്, ലോകത്തിൽ ഒരുപാട് സുഖങ്ങളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ലോകത്തിൻ്റെ സുഖം താൽക്കാലിക സുഖമാണ്. നിത്യസുഖം കർത്താവായ യേശു മിശിഹായിൽ നിന്നും മാത്രം ലഭിക്കുന്നു. അതായത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മുമ്പ് ഞാൻ എന്ന വ്യക്തി ഈ മരുഭൂമി അവസ്ഥയിൽ കൂടെ കടന്നു പോകണം. ഞാൻ ആരാണ്? എനിക്കും എൻ്റെ കർത്താവിൻ്റെ ഇടയിൽ സ്നേഹബന്ധം എത്രത്തോളമുണ്ട്? ഈ കർത്താവിനൊപ്പം ഞാൻ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും എത്രത്തോളം കൃപയുടെ അവസ്ഥയിൽ ഞാൻ ജീവിക്കുന്നു, എത്രത്തോളം ഞാൻ കർത്താവിൻ്റെതായി തീരുന്നു. ഓരോ ദിവസം വിശുദ്ധ കുർബാന മുഖേന, ഓരോ ദിവസം എൻ്റെ വ്യക്തി ജീവിതത്തിലുള്ള പ്രാർത്ഥന, ഓരോ ദിവസം വിശുദ്ധ ലിഖിതം ഞാൻ വായിക്കുമ്പോൾ ഞാൻ എത്ര എന്നെ തന്നെ ഈശോയിലേക്ക് ഭരമേൽപ്പിക്കുന്നുണ്ട്,
എത്രത്തോളം ഞാൻ ഈശോയുടേതാകാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഈശോയുടേതായി തീരുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, ഈശോ രക്ഷകൻ്റെതായി തീരുക എന്നാണ് ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ലക്ഷ്യം. പ്രിയമുള്ളവരെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. മരുഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച്, എന്തിനാണ് പ്രാർത്ഥിച്ചേ? ഒരു ഭാഗത്ത് എൻ്റെ പാപം വളർന്നു വരുന്നുണ്ട്, ഒരു ഭാഗത്ത് ഞാൻ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. മരുഭൂമിയിൽ ഞാൻ ഇറങ്ങി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവ് ശരിയുള്ള മാർഗം എനിക്ക് കാണിച്ചിരുന്നു. എന്നിട്ട് ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്നു. ഞാൻ ആരാണ്? ആധ്യാത്മികമായ ജീവിതത്തിൽ ഞാൻ എവിടെ നിലനിൽക്കുന്നു? കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിലേക്ക് നോക്കി പിതാവേ എൻ്റെ മേൽ കനിയണമേ എന്ന് പറയാൻ വേണ്ടി പൂർണ്ണ മനസ്സും പൂർണ്ണ ശക്തിയും പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി എൻ്റെ കുറവിനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഇതിനുശേഷം ഞാൻ കർത്താവിലേക്ക് ചേരുമ്പോൾ കർത്താവായ യേശു മിശിഹ അവിടുന്ന് കൃപകളും ദാനങ്ങളും നമ്മളിലേക്ക് നൽകും. അതായത് ദൈവം എന്നെ സ്വന്തമാക്കിയാൽ പിന്നെ എനിക്ക് സങ്കടമില്ല, ദുഃഖമില്ല, ഭാരമില്ല, ഞാൻ കരയുന്നില്ല, ഞാൻ രോഗിയല്ല, എൻ്റെ ജീവിതത്തിൽ അശുദ്ധമായ ഒന്നും തന്നെ ഇല്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, എല്ലാം ദൈവത്തിൻ്റെ സ്നേഹമാണ്, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, എല്ലാം ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു മരുഭൂമി അനുഭവം നമുക്കുണ്ടാവണം. എന്നെ തന്നെ ഞാൻ കണ്ടെത്തണം, എന്നെ തന്നെ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് ആശ്രയം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്ന വ്യക്തി മുമ്പോട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നമ്മൾ ഇതിന് ശേഷം നമ്മൾ മനസ്സിലാക്കണം, ഉപവസിച്ച് പ്രാർത്ഥിച്ചത് എപ്പോഴും ഉപവാസം വഴി എനിക്ക് മനസ്സിലാകും ഞാൻ എന്താണ്. ആ ഉപവാസം എനിക്ക് നൽകുന്ന ശക്തിയാണ് ക്രിസ്തുവിലേക്ക് എന്നെ പൂർണ്ണമായി വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് എന്നെ സമർപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഉപവാസം. മൂന്നാമത്തത്, ഈ ദൈവം നമുക്ക് ഭക്ഷണം തരുമ്പോൾ ഇത് ജീവന്റെ ഭക്ഷണമാണ്, ജീവന്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കൂടുതൽ നമ്മളെ മുമ്പോട്ട് ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു മിശിഹായുടെ 3 പരീക്ഷണം പെട്ടെന്ന് നമുക്ക് ധ്യാനിക്കാം. ആദ്യത്തെ പരീക്ഷണം നമുക്ക് മനസ്സിലാക്കാം, അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. സാത്താൻ കർത്താവിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, 40 ദിവസം നീ ഭക്ഷിച്ചിട്ടില്ല, നീ ഒന്നും തന്നെ കഴിച്ചിട്ടില്ലല്ലോ, നിനക്ക് വിശപ്പുണ്ടാവുമല്ലോ. എന്നാൽ നിന്റെ മുമ്പിൽ കിടക്കുന്ന ഈ കല്ലുകൾ അല്ലെങ്കിൽ സ്റ്റോൺ, നമ്മൾ ഇംഗ്ലീഷ് സ്റ്റോൺ എന്ന് പറയും, ഇതിനെ നീ അപ്പമാക്കി എന്തുകൊണ്ട് നീ സ്വീകരിക്കുന്നില്ല? അതായത് ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നത് ഒരു ഭക്ഷണം കൊണ്ടല്ല. ഒരു ക്രിസ്ത്യാനിയുടെ ജനനം മുതൽ അവൻ്റെ മരണം വരെ നമ്മൾ എടുത്തു നോക്കണം. നമ്മൾ ഓരോ ഉദാശകളിൽ നമ്മൾ വിശുദ്ധ സുവിശേഷം വായിക്കുന്നുണ്ട്. അത് വെച്ചു ഒരു വിശ്വാസിക്ക് വചനത്തിൻ്റെ സംരക്ഷണവും വചനത്തിൻ്റെ ഐക്യവും, ദൈവത്തിൻ്റെ വചനം പുത്രനായ ഈശോയിലേക്ക് കടന്നു വന്നു, പുത്രനായ ഈശോ നമ്മളെ പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവ് അതിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് പ്രേരണ നൽകി. ഇതാണ് വചനം. അപ്പോൾ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് വചനത്തിലാണ്. ഈ അനശ്വരമായ ഭക്ഷണത്തിന് വേണ്ടിയല്ല. നമ്മൾ ജീവിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ വചനത്തിന് വേണ്ടിയാണ്. വചനമാണ് നമ്മളെ ഈ ലോകത്തിൽ ചേർത്ത് വെക്കുന്നത്. ഈ വചനത്തിലോട് നമ്മൾ ചേരുമ്പോൾ, ഈ വചനത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നത്, എൻ്റെ ആത്മാവിന് കൂടുതൽ ആനന്ദമുണ്ടാകുന്നത്. ഞാൻ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വചനത്തെ സ്വീകരിക്കുമ്പോഴാണ്. ആ വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കണം, പ്രത്യേകമായി ഓർക്കേണ്ടേ, 119 സങ്കീർത്തനം 105 വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും എൻ്റെ പാതയിൽ പ്രകാശവുമാണ്. കർത്താവിൻ്റെ വചനം സ്വീകരിച്ചാൽ ഞാൻ നടക്കുന്ന വഴിയിൽ പ്രകാശമായി തീരും കർത്താവ്. അതാണ് ഓരോ ക്രിസ്തീയ വിശ്വാസി അവന്റെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നത്. അന്ധകാരവും പാപത്തിന്റെ വഴിയിൽ കൂടി ഞാൻ നടന്നു പോയാലും എൻ്റെ കർത്താവിൻ്റെ വചനം, എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന വചനം, ഈ വചനം കൊണ്ട് എൻ്റെ വഴിയിൽ ഞാൻ നടക്കുന്ന പാതയിൽ പ്രകാശമായി തീരും. പ്രിയമുള്ളവരെ, ഓരോ വിശ്വാസിയും
പ്രകാശത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രകാശം നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തും. ആ പ്രകാശം നമ്മുടെ ജീവിതത്തെ നയിക്കും. അതേ പ്രകാശം നമ്മുടെ ജീവിതത്തെ ധാരാളമായി ദൈവത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കാൻ പോകുന്നു. പ്രിയമുള്ളവരെ, രണ്ടാമത്തത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. സാത്താൻ കർത്താവായ യേശു മിശിഹായെ ഒരു പരീക്ഷണ കാലഘട്ടത്തിലേക്ക് നയിക്കുകയാണ്. എന്തിനാണ് പരീക്ഷണ കാലഘട്ടത്തെ? നീ ഇവിടുന്ന് എടുത്ത് ചാടാനാണ് ആവശ്യപ്പെടുന്നത്. നീ ഇവിടുന്ന് എടുത്ത് ചാടിയാൽ നിന്റെ കാലുകൾ ഈ കല്ലിൽ തട്ടാതെ ദൈവദൂതന്മാർ നിന്നെ വന്നു താങ്ങി നിർത്തുമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അടുത്തതായിട്ട് കർത്താവ് വീണ്ടും സാത്താനെ നോക്കി പറയുന്നുണ്ട്, നീ നിന്റെ ദൈവമായ കർത്താവിനെ ഒരു സമയത്തും പരീക്ഷിക്കാൻ പാടില്ല. നമ്മളൊന്ന് ചിന്തിക്കണം. 2 കൊരിന്ത്യസ് പുസ്തകം, വിശുദ്ധ പൗലോസിലാണ് എഴുതിയ ലേഖനം 2 കൊരിന്ത്യസ് 5-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്തിലാണ്, കാഴ്ചയിലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഞാൻ നയിക്കപ്പെടുന്നത് വിശ്വാസത്തിലാണ്. അത്യുന്നതനായ ദൈവം എൻ്റെ മേലുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തകർക്കപ്പെടത്തില്ല. എൻ്റെ വിശ്വാസം എൻ്റെ കർത്താവാണ്. എന്നെ രക്ഷിക്കാൻ വേണ്ടി ലോകത്തിന്റെ രക്ഷകനായ ഈശോ ഈ ഭൂമിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പാപത്തിന്റെ അവസ്ഥയെ നിരന്തരമായി എടുത്തു മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നെ സ്വീകരിക്കും. ദൈവം സ്വീകരിച്ചവരാരും തന്നെ ഒരിക്കലും തകർന്നു പോയിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ അനുദിന ജീവിതത്തിൽ കർത്താവായ യേശു മിശിഹായെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പാപം ചെയ്യുന്നു, ദൈവം രക്ഷിക്കും. എൻ്റെ തോന്നിയവാസത്തിന് ഞാൻ ജീവിക്കുന്നു, ദൈവമുണ്ട്. ദൈവത്തിന്റെ കരുണയാണ്. ദൈവം ആരെയും ശിക്ഷിക്കത്തില്ല, എല്ലാവരും ക്ഷമിക്കും. പ്രിയമുള്ളവരെ, ദൈവം എല്ലാവരും ക്ഷമ കാണിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. പക്ഷെ ഒരിക്കലും ദൈവത്തെ വെച്ച് നമ്മൾ ഒരിക്കലും ഒരു പരീക്ഷണം നടത്താൻ പാടില്ല. കാരണം നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വഴിയിൽ എനിക്ക് കർത്താവായ യേശു മിശിഹാ താങ്ങായി നിൽക്കുന്നു. എൻ്റെ വഴിയിൽ എനിക്ക് ഒരിക്കലും തകർച്ച ഉണ്ടാവുന്നില്ല. ഞാൻ നടക്കുന്നത് വിശ്വാസത്തിലാണ്. എൻ്റെ വിശ്വാസമാണ് കർത്താവിൻ്റെ പ്രകാശം. ആ പ്രകാശത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ദൈവം എന്നെ ധാരാളമായി അനുഗ്രഹിച്ചുകൊണ്ട് എന്നെ ശക്തരാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് കുറവുകളുള്ള ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എൻ്റെ രക്ഷകൻ യേശു ആണെന്നും ഞാൻ ആ യേശുവിൽ ആശ്രയിക്കുന്നു, ഞാൻ ആ യേശുവിൻ്റെ കൽപ്പനയ്ക്കെതിരെയായി, യേശുവിൻ്റെ സ്നേഹത്തിനെതിരെയായി, യേശുവിൻ്റെ ജീവിതത്തിനെതിരെ ഞാൻ ഒന്നും തന്നെ ചെയ്യത്തില്ല. ഞാൻ എൻ്റെ നാഥനെയും എൻ്റെ ഗുരുവിനെയും അത്ര ആഴത്തിൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം, നമ്മളായിരിക്കുന്ന അവസ്ഥ എന്താണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം നമുക്ക് കാണാം, കർത്താവായ യേശു മിശിഹായെ സാത്താൻ ഉയർന്ന ഒരു പർവ്വതത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ലോകത്തിന് എല്ലാ ദിക്കും ഈ കർത്താവായ ദൈവം സൃഷ്ടിച്ച എല്ലാം കാണിച്ചുകൊണ്ട് അവനെ വീണ്ടും അവന്റെ മുമ്പാകെ പറയാം, നീ ഇതെല്ലാം നിന്റേതാക്കാം, പക്ഷെ നീ എന്നെ മാത്രം ആരാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ആരാധന ആരോടാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് നമുക്ക് മനസ്സിലാക്കാം. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യം നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിന്റെ ഭവനമായി ഈജിപ്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ഒരു ദൈവന്മാർ നിനക്കുണ്ടാകരുതേ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കിടയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുതേ. ഒന്നും തന്നെ നീ നിർമ്മിക്കണ്ട. എല്ലാം ദൈവം നിനക്ക് വേണ്ടി നിർമ്മിച്ചതുകൊണ്ട്, എല്ലാം ദൈവം നിനക്കായി നൽകിയിട്ടുണ്ട്. എല്ലാം നിന്റേതാണ്. എല്ലാം നിനക്ക് വേണ്ടിയാണ് ദൈവം സമർപ്പിച്ചത്. നീ ഈ ഭൂലോകം മുഴുവനും നിന്റേതാകുമ്പോൾ, ഇതെല്ലാം നിന്റേതാകി നീ സ്വീകരിക്കുമ്പോൾ ദൈവം എല്ലാം നിനക്ക് വേണ്ടിയാണ് നൽകിയത്. നീ അതനുസരിച്ച് നീ ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹത്തിലാണ് നീ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സ്നേഹമാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം നിന്റേതാണ്. കർത്താവായ യേശു മിശിഹ നിന്നിൽ നിന്നും
ഒന്നും തന്നെ എടുത്ത് കളയുന്നില്ല. എല്ലാം നിന്റേതാണ്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം 4-ഉം 5-ഉം വാക്യം നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈജിപ്തുകാരോട് ഞാൻ ചെയ്തത് എന്താണ്? കഴുകന്മാരുടെ ചിറകിൽ സംഭവിച്ച ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുത്തിലേക്ക് കൊണ്ടുവന്നെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവനും എൻ്റേതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സത്യമായി യഥാർത്ഥമായി ഈ ലോകത്തിന്റെ ധനത്തിനെയോ ഈ ലോകത്തിന്റെ പാപത്തിനെയോ ഈ ലോകത്തിന്റെ അശുദ്ധിയോ ഒന്നും ആരാധിക്കാതെ യഥാർത്ഥ ദൈവത്തെ മാത്രം ആരാധിച്ചാൽ എല്ലാം നിന്റേതായി തീരും, നമ്മുടേതായി തീരും. നമ്മുടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തല്ലോ, നിങ്ങളെ ഞാൻ എൻ്റെ തെരഞ്ഞെടുത്ത ജനമാണ്, ഇതെല്ലാം നിന്റേതാണ്. കാരണം ഭൂമി എൻ്റെതാണ്, സൃഷ്ടിച്ചത് ഞാനാണ്. കാരണം ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു വാക്യം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഞാനെന്ന വ്യക്തി ആധ്യാത്മികമായ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ, ഞാനൊരു വ്യക്തി കർത്താവായ യേശു മിശിഹായോടൊപ്പം ജീവിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആയിത്തീരണം. ഓരോ ക്രിസ്ത്യാനി ദൈവത്തിൻ്റെയാണ്. ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഞാൻ ദൈവത്തിൻ്റെയാണ്. പക്ഷെ എൻ്റെ മനസ്സും ഹൃദയത്തിൽ ഞാൻ ദൈവത്തിൻ്റെ അല്ല. എൻ്റെ അധരം ഉച്ചസ്വരത്തിൽ പറയുന്നുണ്ട്, യഹോവ നീ ഈരേ, ഞാൻ നിന്റേതാണ്. യഹോവ നീ ഇല്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല. നീ ഇല്ലെങ്കിൽ എൻ്റെ നാമത്തിൽ എൻ്റെ പേരിന് അർത്ഥമുണ്ടെങ്കിൽ അത് നിന്റെ നാമത്തോട് ചേർന്ന് വെച്ചാൽ മാത്രമേ എനിക്ക് വിലയുള്ളൂ. പക്ഷേ എൻ്റെ അധരം പറഞ്ഞിട്ട് എന്ത് ആവശ്യമുണ്ട്? എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം പ്രവർത്തിക്കണം. ഞാൻ കർത്താവായി ദൈവത്തിൻ്റെയാണ്, ദൈവഹിതമനുസരിച്ചാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, കൃത്യമായിട്ട് ഓർമ്മിക്കണം. നമുക്ക് അവസാനത്തെ 11-ാം അധ്യായത്തിൽ നമ്മൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, സാത്താനേ നീ എന്നിൽ നിന്ന് ദൂരെ പോകുക എന്ന് പറഞ്ഞ നിമിഷം, അതേ നിമിഷം സാത്താൻ കർത്താവിനെ അവിടെ വിടുകയും ദൈവദൂതന്മാർ വന്നു ഈ യേശുവേ, കർത്താവായ യേശുവേ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ശുശ്രൂഷ എന്താണെന്ന് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ മരണം വരെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം വാക്യം നമ്മൾ കൃത്യമായി കാണാം. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നതിനാൽ അനേകം കാര്യങ്ങൾ ഞാൻ നിന്നെ വരവേൽപ്പിക്കും. നീ നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. പ്രിയമുള്ളവരെ, യജമാനന്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. നമ്മൾ യജമാനന് വേണ്ടി ജീവിക്കുമ്പോഴാണ് യജമാനന് ഞാനും ഒന്നായിത്തീരുന്നത്. ആ ഒന്നായ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനായിരുന്നു, എനിക്ക് എൻ്റെ യജമാന്റെ വിരുന്നിൽ പ്രവേശിക്കാൻ എനിക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു വചനം പൂർത്തിയാക്കാൻ വേണ്ടി ഒരു വചനോട് നമുക്ക് കേൾക്കാം. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം നമ്മളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും എല്ലാത്തിനും മേൽ, ഭൂമിയിൽ ഇഴജന്തുക്കളുടെ മേലും എല്ലാത്തിനും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ദൈവം എല്ലാത്തിനും മേൽ ആധിപത്യവും അധികാരം മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അധികാരത്തെ വിശുദ്ധിയോടെ, ഈ അധികാരം ദൈവത്തിന്റെ ശുശ്രൂഷയായി കണ്ടുകൊണ്ട്, ഈ അധികാരം ദൈവത്തിന്റെ വചനം, ദൈവം എന്നെ ഭരമേൽപ്പിച്ച ഇത് ദൗത്യം, എൻ്റെ കർത്താവ് എത്ര അധികം എന്നിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പൂർണ്ണ വിശുദ്ധിയിലും അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. നമ്മളൊരു വിഷയം കർത്താവിൽ വിശ്വസിക്കത്തില്ല. നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നില്ല. പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ വിശ്വസിക്കും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടം വന്നാൽ, ഒരു തകർച്ച വന്നാൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നു. ഒരു പക്ഷേ കർത്താവായ യേശു വിഷയം മരുഭൂമിയിൽ ഒരു പാപം ചെയ്യാത്തവൻ മരുഭൂമിയിൽ കടന്നുപോയപ്പോൾ, മരുഭൂമിയിൽ ഇറങ്ങിച്ചെന്നപ്പോൾ പിതാവായ ദൈവത്തോടുള്ള വിശ്വാസം വേണ്ടാന്ന് വയ്ക്കായിരുന്നു. പക്ഷേ പിതാവിന് മനസ്സിലായി, പുത്രന് മനസ്സിലായി, ഇത്
പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൻ്റെ ഇഷ്ടം ഞാൻ നിർവഹിക്കണം. എനിക്ക് മനസ്സിലാവണം, നമ്മൾ ഓരോ വിശ്വാസികളും മനസ്സിലാവണം, എൻ്റെ ഭൂമിയിലെ ജീവിതം പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് ഞാനത് പൂർത്തീകരിക്കണം. അപ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഈ അധികാരം കടന്നു വരും. ഈ അധികാരം കടന്നു വന്നാൽ എൻ്റെ ഈശോയും ഞാനും ഒന്നായി ഈ മരുഭൂമിയിൽ നിന്നും ഈ നോയമ്പ് കാലത്തിലേക്ക് ഞാൻ വിശുദ്ധിയോടെ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ മുമ്പോട്ട് നയിക്കും. നമ്മുടെ കർത്താവായ യേശു മിശിഹ ഈ നോയമ്പ് സമയത്ത് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ വിശുദ്ധിയും നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ നോയമ്പ് അനുഗ്രഹമായ നോയമ്പും സമാധാനത്തിൻ്റെ നോയമ്പും സ്നേഹത്തിൻ്റെ നോയമ്പായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.